പക്ഷെ അവസാന നിമിഷം ഇപ്പം പത്രക്കാർക്കാണേലും ആദ്യമേ അറിയാൻ പറ്റും ഇപ്പം അജിത്തിനായിരിക്കും അവാർഡ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും അവർ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വിളിച്ച് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് ലാസ്റ്റ് നിമിഷത്തിൽ ഇത് മാറി മറിഞ്ഞ് കാർബണിന് പോവാന്നൊക്കെ പറയുമ്പോൾ അത് ചോല എന്ന് പറയുന്നത് അത്രയും അംഗീകാരം കിട്ടി, എല്ലാവർക്കും കിട്ടി. അതിൽ പക്ഷേ സിനിമാറ്റോഗ്രാഫറിന് മാത്രം അവിടെ കിട്ടിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ചോല ഒരുപാട് പേരിലേക്ക് എത്തിപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ആളുകൾ കൂടുതൽ പ്രതികരിച്ചേനെ. അതെ, കാരണം ആളുകൾ കണ്ടെങ്കിലല്ലേ ഉള്ളൂ, ആളുകളിലേക്ക് എത്തിയെങ്കിലല്ലേ ഉള്ളൂ അതിനൊരു പ്രതികരണം ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. അതൊരു വലിയ പ്രശ്നമായിരുന്നു സിനിമ അത് ആളുകളിലേക്ക് എത്താഞ്ഞത്. എത്തിപ്പെടാൻ ഇപ്പം ഞാനായാലും ആ സമയത്ത് എന്തോ കണ്ടത്, പിന്നെ ഈ സിനിമ എവിടെയും കാണാൻ പറ്റുന്നില്ല. ഏതോ ഇതിലുണ്ട്, ആമസോൺ പ്രൈമിലുണ്ട് സിനിമ. എന്നാലും ആൾക്കാർ കൂടുതലായിട്ട് ഇതൊരു അവാർഡ് പടം പറഞ്ഞ് മാറ്റി നിർത്തി ഇതിലെ ഇത്രയും ഒരു എഫേർട്ട് ആരും കാണുന്നില്ല. സനൽകുമാർ ശശിധരന്റെ പടം കൂടി ആയതുകൊണ്ടാണോ ശരിക്കും എല്ലാവരിലേക്കും ഇത് എത്തിപ്പെടാതിരുന്നത്? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ആയിരിക്കും. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിമിഷ സജയനും ജോജു ജോർജിനും കിട്ടിയൊരു ആ ഒരു എന്താ പറയുക പ്രിവിലേജ് ഒന്നും അതിലെ ഛായാഗ്രഹനായിക്കോട്ടെ അതുപോലെ അഖിൽ വിശ്വനാഥനായിക്കോട്ടെ അവർക്കൊന്നും ബാക്കി ആർക്കും കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഞാനാണെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അത് ആള് തന്നെ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ടുള്ളതാണ്. അതിലിപ്പം എനിക്കറിയില്ല. അല്ല, എന്നാലും ഇതിന് ഒരു നമ്മൾ ചെയ്തൊരു വർക്കാണല്ലോ, അത് ഇത്രയും നല്ലതായിട്ട് കൂടി ആളുകളിലേക്ക് എത്തുന്നില്ല, ഒരു അംഗീകാരം തേടി വരുന്നില്ല. അപ്പോൾ ഒരു എന്താ അതിനെ എങ്ങനെ കണ്ടേ? മേ ബി ഇപ്പം സനലേട്ടൻ്റെ പൊളിറ്റിക്സിനോടുള്ള എതിർപ്പ് കൊണ്ട് ചിലപ്പോൾ മനഃപൂർവ്വം ഇതാക്കിയതായിരിക്കാം. ആള് പൊളിറ്റിക്കലി ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പം അതിൻ്റെയൊക്കെ ഉണ്ടാവും.